ഇതൊരു കബറിടമാക്കി മാറ്റിയിട്ട് അവിടെ ജാറപൂജ ആരംഭിച്ചിട്ട് അതിന്റെ പേരിൽ ഇപ്പൊ കിട്ടുന്ന 10 രൂപയാണെങ്കിൽ നാളെ 100 രൂപ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഊശാമ്പിത്തരം കാണിക്കാൻ ഞാൻ കാന്തമതക്കാരനല്ല. അതും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. അതിലും തെമ്മാടിത്തരം എന്ന് തന്നെയാ പേര്. അതായത് പരമദൈവതമായിരിക്കുന്ന സർവ്വലോകത്തിനും അധിപതിയായിരിക്കുന്ന അള്ളാഹു, അതിലപ്പുറം അതൊന്നും എന്റെ മനസ്സിന്റെ ഉള്ളിൽ പോലും ആ സങ്കല്പങ്ങൾ വരില്ല. ഞാൻ ദൈവവിശ്വാസി ആയതുകൊണ്ട് അതിലപ്പുറം കയറിയിട്ട് ജനങ്ങളെ വഞ്ചിക്കുക, പറ്റിക്കുക. ഇവിടെ ക്രിസ്ത്യൻ സമൂഹത്തില് ആൾദൈവങ്ങൾ വേറെ വളർന്നുമില്ല. കാരണം അവിടെ അച്ഛന്മാരുണ്ട് നോക്കാനും പിടിക്കാനും. ഒരു CNC സിസ്റ്റം ചീഫ് ഇൻ കമാൻഡർ പറഞ്ഞ മാർപ്പാപ്പയുണ്ട് അവിടെ. അദ്ദേഹം കണ്ട് ഇവിടെ താഴേക്കടയിലെ ഡീഗൻ അച്ഛന്മാർ വരെ ഉണ്ട്. അതിന്റെ ഇടയിൽ ഞാൻ ആൾവിദൈവം എന്ന് പറഞ്ഞാൽ തലമെടുത്ത് കുത്തുവരും. അവിടെ നടക്കില്ല. ഹിന്ദു മാത്രം പിന്നെ എല്ലാം സർവാണിത്രയാണല്ലോ. നമുക്ക് എല്ലാവർക്കും അറിയാലോ. കടപ്പുറം അടക്കം എല്ലാവരും ആൾദൈവങ്ങൾ വന്ന് അവിടെ നിന്ന് നിയന്ത്രിക്കാൻ പറ്റില്ല. കഴിഞ്ഞു. ഹിന്ദുമതം എന്നുള്ള അബൂസ് ചീഞ്ഞ് നാറിക്കഴിഞ്ഞു. അപ്പൊ അതിനെ നമുക്ക് വിട്ടുകളയാം. പക്ഷെ ഒരിക്കൽ പോലും ഈ ആൾദൈവ സങ്കല്പം ഒരിക്കൽ പോലും ഉണ്ടാവില്ല എന്ന് കരുതിയ ഒരു സങ്കേതമാണ് ഇസ്ലാം. കാരണം 1400 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നിരുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം അന്നേ കെട്ടിപ്പൂട്ടി വെച്ചിട്ടുണ്ട്. ആളുടെ രൂപവും ഭാവവും മറ്റും മറിച്ചതും എല്ലാം കെട്ടിപ്പൂട്ടി വെച്ചിട്ടുണ്ട്. എന്നെ പ്രതി എന്റെ ശരീരത്തിലെ നഖം, മുടി ഇതൊക്കെ വെച്ചുകൊണ്ട് അരുത് അരുത് അരുത്. ആരാധനയ്ക്കർഹൻ ആരാണ്? ആരാണ്? തക്ബീർ വിളിക്കടേ. ആരാധനയ്ക്കർഹൻ അല്ലാഹു അക്ബർ. അല്ലാഹു മാത്രം വലിയവൻ. ആരാധനയ്ക്കർഹൻ അല്ലാഹു മാത്രം. അവന് മാത്രം ഞാൻ ഇബാദത്ത് ചെയ്യുന്നു. ആദ്യം നിങ്ങൾ ഫാത്തിഹയിൽ വായിക്കുന്നില്ലേ? അതിനെല്ലാം വിട്ടുകളഞ്ഞുകൊണ്ട് ആരാധനയ്ക്കർഹൻ ഞാൻ മാത്രം എന്ന് പറയുന്ന ഒരു മതത്തിലുള്ള ആളുകൾക്ക് അവർക്ക് അത് പറയാനുള്ള മാനസികാവസ്ഥയുണ്ട്. ഈ പച്ചത്തറി പറയുമ്പോൾ വേറെ മാനസികാവസ്ഥ അവർക്ക് വാങ്ങിച്ചുകൊണ്ടേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ അതാണ് നടക്കുന്നത്. അപ്പൊ പറഞ്ഞു വരുന്നത് ഇസ്ലാമിൽ മാത്രം അന്നങ്ങനെ നബിത്തിരുമേനി എല്ലാം കെട്ടിപ്പൂട്ടി വെച്ചതുകൊണ്ട് അതങ്ങനെ അദ്ദേഹം അത് ചെയ്തില്ലായിരുന്നെങ്കിൽ, ആ ദേവദൂതൻ അത് ചെയ്തില്ലെങ്കിൽ ഇന്ന് പള്ളികളില് നബിത്തിരുമേനിയുടെ വിഗ്രഹം, ഖലീഫ ഉമറിന്റെ വിഗ്രഹം, ഖലീഫ ഉസ്മാന്റെ വിഗ്രഹം, ഖലീഫ അലിയുടെ വിഗ്രഹം, ഖദീജ ബീവിയുടെ വിഗ്രഹവും വന്നേനെ. അന്നേ അദ്ദേഹം ഞാനിവിടെ ജീവിക്കുന്നു, അള്ളാഹുവിന്റെ അടിമയായിട്ട് ജീവിക്കുന്നു, അള്ളാഹുവിന്റെ അടിമയായിട്ട് ഞാൻ പോവുകയും ചെയ്യും. എന്റെ ആത്മാവ് എവങ്കനിലിരിക്കുന്നുവോ അവനാണ് എന്റെ നാഥൻ എന്ന് പറഞ്ഞ് ആ മതത്തിനകത്ത് ഒരാൾ ദൈവം ഒരിക്കലും ഉണ്ടാവില്ലെന്ന് സങ്കല്പിച്ചവരാണ് ഇവിടെ എല്ലാവരും. പക്ഷെ ഇപ്പോ പതുക്കെ അവിടെയും ഇവിടെയും കബർ പൂജയും എന്തായാലും പറയുക, അങ്ങനെ എന്തായാലും വേറെ പറയും, കബറിനകത്ത് ശവപൂജ, ഇതിങ്ങനെ പല സ്ഥലങ്ങളിലേക്കും തുടങ്ങി വെക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ട്. അതിന്റെ പുതിയ വെർഷനാണ് ഇപ്പൊ ഈ കാന്തമതക്കാർ കൊണ്ടുവരാൻ പോകുന്നത്. ഇപ്പൊ ജീവിച്ചിരിക്കുമ്പോഴേ തന്നെ ആൾദൈവ പൂജ ആരംഭിച്ചു. ചത്തുപോയതിന് അപ്പുറമായിരിക്കും, അപ്പന്റെ അപ്പനായിരിക്കും. സഹിക്കേണ്ടത് ആരാ? നിങ്ങളൊക്കെ തന്നെയാ സഹിക്കേണ്ടത്. അതുകൊണ്ട് വീണ്ടും പറയുകയാണ്, നിങ്ങള് ഈ ജീവനോട്